എല്ലാവർക്കും സ്വാഗതം. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന ചാപ്റ്ററിലെ 4ാം ഭാഗത്തേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. 4ാം ഭാഗത്തിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും പഠിക്കുവാനായിട്ടുള്ളത് ഡിഫറെന്റ് മിൽക്ക് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ്. പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പാലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് പലതരത്തിലുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള പാൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് മിൽക്ക് പ്രൊഡക്ട്സ്. പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. പലപ്പോഴും ഇത് ഏത് രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കപ്പെടുന്നത് എന്നായിരിക്കും ചോദ്യം. നമുക്ക് 6 രീതിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പാൽ ഉൽപ്പന്നങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ഒന്നാമത്തേത് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്ട്സ്, രണ്ടാമത്തേത് കോൺസെൻട്രേറ്റഡ് പ്രൊഡക്ട്സ്, മൂന്നാമത്തേത് ഫാറ്റ് റിച്ച് പ്രോഡക്ട്സ്, നാലാമത്തേത് ഫെർമെന്റഡ് പ്രൊഡക്ട്സ്, അഞ്ചാമത്തേത് ഫ്രോസൺ പ്രോഡക്റ്റ്, ആറാമത്തേത് ബൈ പ്രൊഡക്ട്സ് ഓഫ് മിൽക്ക്. നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പ്രധാനമായിട്ടും ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്ട്സിന്റെ നിർമ്മാണ രീതിയാണ് പഠിക്കുവാൻ പോകുന്നത്. ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് എന്നാൽ എന്താണ്? എന്തെങ്കിലും ഒരു ആസിഡിന്റെ സഹായത്താൽ പാൽ പിരിയിപ്പിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷ്യവിഭവത്തിലെയാണ് നമ്മൾ ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. കോൺസെൻട്രേറ്റഡ് പ്രൊഡക്ട്സ് എന്തായിരിക്കും? പാലിനെ കുറുക്കിയെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റ്. ഫാറ്റ് റിച്ച് പ്രൊഡക്റ്റിൽ പ്രധാനമായിട്ടും പാലിൽ നിന്നും ക്രീം അല്ലെങ്കിൽ ബട്ടർ സെപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും കൊഴുപ്പ് കൂടിയ ഭക്ഷ്യവിഭവം. ഫ്രോസൺ പ്രൊഡക്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ഐസ്ക്രീം പോലുള്ള, ഐസ്ക്രീം ഫലൂഡ പോലുള്ള ഐസ്ക്രീമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന എല്ലാ പ്രൊഡക്ട്സുമാണ് ഫ്രോസൺ പ്രൊഡക്ട്സിൽ പ്രധാനമായിട്ടും വരുന്നത്. നമുക്ക് പഠിക്കാനായിട്ട് ഐസ്ക്രീം ആണ് ഉള്ളത്. ദെൻ ബൈ പ്രൊഡക്ട്സ് ഓഫ് മിൽക്ക്. പാലിൽ നിന്നും പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അത് കൂടാതെ ഉണ്ടാക്കിയെടുത്ത പാൽ ഉൽപ്പന്നത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഉപോൽപ്പന്നങ്ങളാണ് ബൈ പ്രൊഡക്ട്സ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. സംഭാരം പോലുള്ള ഉപോൽപ്പന്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്ട്സിനെ പറ്റിയാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ്. പാലിനെ ഒരു ആസിഡിന്റെ സഹായത്താൽ പിരിയിപ്പിച്ചെടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്ട്സിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ മോസ്റ്റ് കോമൺ ആണ് പ്രിപ്പറേഷൻ ഓഫ് പനീർ. പനീർ ആണ് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഇമ്പോർട്ടന്റ് വിഭവം എന്ന് പറയുന്നത്. എങ്ങനെയാണ് പനീർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവിഭവം തന്നെയാണ് പനീർ എന്ന് പറയുന്നത്. നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കുന്ന സമയത്ത് വലിയ വിലകൾ കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ നമുക്ക് നല്ല ശുദ്ധമായ പാൽ ലഭിക്കുമെങ്കിൽ, പാക്കറ്റ് പാലായാലും മതി, കുറച്ച് ക്വാളിറ്റി കുറയുമെന്നേ ഉള്ളൂ. എന്നാൽ വോൾ മിൽക്ക് ലഭ്യമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു, എല്ലാവർക്കും ഇഷ്ടമുള്ള, വെജിറ്റേറിയൻസിന് വളരെ ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പനീർ എന്ന് പറയുന്നത്. പല പ്രൊഡക്ട്സ് നമുക്ക് പനീർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലെ. പനീർ ടിക്ക, പനീർ കറി, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ലഭ്യമാണ്. പനീർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് ആൻ ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് മെയ്ഡ് യൂഷ്വലി ഫ്രം ബഫലോ ഓർ മിൽക്ക്. ബഫലോ അല്ലെങ്കിൽ കൗ മിൽക്ക് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നോർത്ത് ഇന്ത്യൻ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് അവരാണല്ലോ നമ്മുടെ പനീറിന്റെയൊക്കെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവർ ബഫലോ മിൽക്കാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബഫലോ മിൽക്ക് കൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ പനീർ ഉണ്ടാക്കിയിരുന്നത്. നല്ലൊരു ടെക്സ്ചർ കിട്ടാനും നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനും ബഫലോ മിൽക്ക് തന്നെയാണ് പനീർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. എന്നാൽ മറ്റു പാലുകളും നമുക്ക് പനീർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു പലതരത്തിലുള്ള സ്വീറ്റ്സ് ആയിട്ടും, പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ രസഗുള പോലുള്ള വളരെ മോസ്റ്റ് പോപ്പുലർ, വേൾഡ് വൈഡ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് രസഗുള എന്ന് പറയുന്നത്. വെജിറ്റേറിയൻ ഡിഷസ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഫുഡ് ഐറ്റം ആണ് പനീർ എന്ന് പറയുന്നത്. നോർമലായിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിക്കാനും വളരെ ടേസ്റ്റ് ആണ് പനീർ എന്ന് പറയുന്നത്. ഒരുപാട് പോഷകങ്ങളുടെ കലവറ തന്നെയാണ് പനീർ എന്ന് പറയുന്നത്. വെജിറ്റേറിയൻസിന്റെ നല്ലൊരു പ്രോട്ടീൻ ഫുഡ് കൂടെയാണ് പനീർ എന്ന് പറയുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താണ്? പനീർ ഉണ്ടാക്കിയെടുക്കുക. പശുവിൻ പാലിൽ നിന്നും പനീർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ പ്രാക്ടിക്കൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കൂ. പനീർ മീൻസ് പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഫ്രം കൗ ഓർ ബഫലോ മിൽക്ക് ഓർ എ കോമ്പിനേഷൻ ഓഫ് thereof by precipitation with sour milk, lactic acid or citric acid. പുളിച്ച പാലിന്റെയോ ലാക്റ്റിക് ആസിഡിന്റെയോ സിട്രിക് ആസിഡിന്റെയോ സഹായത്താൽ പാലിനെ
പിരിയിപ്പിച്ചെടുത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് പനീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പനീറിനെ മറ്റൊരു പേരോട് വിളിക്കാറുണ്ട് ചന്ന എന്ന് പറയുന്നത്. നമുക്ക് ലോ ഫാറ്റ് പനീർ ആയിട്ടോ ചന്ന ആയിട്ടോ നമുക്ക് വിൽക്കാവുന്നതേ ഉള്ളൂ. അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട BIS സ്റ്റാൻഡേർഡ് ആണ് താഴെ പറയുന്നത്. മോയ്സ്ചർ നോട്ട് മോർ ദാൻ 70%, 70% കൂടുതൽ ഈർപ്പം ഉണ്ടാകരുത്. മിൽക്ക് ഫാറ്റ് നോട്ട് മോർ ദാൻ 15% ഓഫ് ഡ്രൈ മാറ്റർ, ഡ്രൈ മാറ്ററിനേക്കാളും 15% കൂടുതൽ ഫാറ്റും പാടരുത്. അധികം ഫാറ്റ് ഇല്ലാതെ അധികം മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാതെ ലഭിക്കുന്ന ഒരു ഭക്ഷ്യവിഭവമാണ് പനീർ എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് റിക്വയർഡ്. പനീർ ഉൽപാദനത്തിനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട 7 മെറ്റീരിയൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മിൽക്ക്, സിട്രിക് ആസിഡ്, മസ്ലിൻ ക്ലോത്ത്, ഡയറി തെർമോമീറ്റർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ വെസൽ, വുഡൻ റെക്ടാങ്കുലർ ഹൂപ്പ് വിത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ഓപ്പൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ്. ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ ഒരു ലാബ് കണ്ടീഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ വസ്തുവായിട്ടുള്ള പനീർ ഉണ്ടാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇതിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് മസ്ലിൻ ക്ലോത്തോ ഡയറി തെർമോമീറ്ററോ അല്ലെങ്കിൽ വുഡൻ റെക്ടാങ്കുലർ ഹൂപ്പോ ഒന്നും തന്നെ വേണ്ട. ബാക്കിയുള്ള മിൽക്കും സിട്രിക് ആസിഡും നല്ലൊരു വൃത്തിയുള്ളൊരു തുണിയും ഒരു കത്തിയും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പാലും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവിഭവമാണ് പനീർ എന്ന് പറയുന്നത്. വുഡൻ റെക്ടാങ്കുലർ ഹൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 4 സൈഡും ഉള്ളൊരു അച്ച്, 4 സൈഡ് മാത്രം സ്ക്വയർ ആയിട്ടുള്ള ഒരു അച്ച്, അടിഭാഗവും മുകൾ ഭാഗവും ഓപ്പൺ ആയിട്ടുള്ള അച്ച് അതിലേക്ക് ഇട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഷേപ്പുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ധാരാളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കൊയാഗുലം പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കൊയാഗുലം എന്ന് പറയുമ്പോൾ പാലിനെ പിരിയിപ്പിച്ചെടുത്ത ആ ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള പാലിനെയാണ് നമ്മൾ കൊയാഗുലം എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് 2 രീതിയിൽ നമുക്ക് കൊയാഗുലം പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് 1 ഗ്രാം സിട്രിക് ആസിഡ് 100 മില്ലി ശുദ്ധമായ വെള്ളത്തിലേക്ക് ഇളക്കി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക. 1% സിട്രിക് ആസിഡ് സൊല്യൂഷൻ ആണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. സിട്രിക് ആസിഡ് ക്രിസ്റ്റൽസ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ബേക്കറികളിലും ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സംഭവമാണ് സിട്രിക് ആസിഡിന്റെ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ ക്രിസ്റ്റൽസ് ആണ്. അപ്പൊ ഇത് നമുക്ക് എടുത്തിട്ട് ഒരു 1% സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 200 ml ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. 1 ലിറ്റർ പാലിൽ പിരിയിപ്പിച്ചെടുക്കാനായിട്ട് 200 ml 1% സിട്രിക് ആസിഡ് സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് മാർഗം നാച്ചുറൽ മെത്തേഡ്, കെമിക്കൽസ് ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു മീഡിയം സൈസ് നാരങ്ങ 200 മില്ലി വെള്ളത്തിലേക്ക് ഒരു നീക്കി പിഴിഞ്ഞെടുത്ത് അരിച്ച് റെഡിയാക്കി വെക്കുക. ഇത് 1 ലിറ്റർ പാലിലേക്ക് പതിയെ പതിയെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കൊയാഗുലം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വെസൽ എടുക്കുക. അതിലേക്ക് പാൽ ഒഴിക്കുക. പാൽ ഒഴിച്ച് ഏകദേശം 5 മിനിറ്റ് നേരത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. പാൽ തിളയ്ക്കുന്ന സമയമാകുന്ന സമയത്ത് പതുക്കെ ഒന്ന് സിമ്മാക്കി കൊടുത്തതിന് ശേഷം, അതായത് 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ത്തുന്നു. പതിയെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സിട്രിക് ആസിഡ് സൊല്യൂഷൻ ചെറിയ തുള്ളികളായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഈ സമയം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പതിയെ പാലിൽ നിന്നും അതിലുള്ള സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള കേസീൻ ആണ് പനീറായിട്ട് വിട്ടുവരുന്നത്. ഇത്തരത്തിൽ അടിയിൽ ഒരു തെളിഞ്ഞ യെല്ലോയിഷ് കളറായിട്ടുള്ളൊരു വെള്ളവും മുകളിൽ കേസീൻ പാർട്ട് പൊന്തി വരുന്നതും നമുക്ക് കാണാം. ഇത്തരത്തിൽ ലഭിക്കുന്ന വെളുത്ത കട്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് യഥാർത്ഥത്തിൽ പനീർ എന്ന് പറയുന്നത്. തീ ഓഫാക്കാൻ മറക്കരുത്. നല്ല രീതിയിൽ ഇങ്ങനെ പിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണുന്ന പോലെ നല്ല രീതിയിൽ പിരിഞ്ഞ് വരുന്നത് കാണാം. വെള്ളവും അതിൻ്റെ സോളിഡ് പോർഷനും സെപ്പറേറ്റ് ആയി വരും. ഇത്തരത്തിലുള്ള ഒരു അരിപ്പി കൊണ്ടോ ഒരു മസ്ലിൻ ക്ലോത്തിലൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ ശുദ്ധമായ നല്ലൊരു കോട്ടൺ തുണി, ഏറ്റവും നല്ലത് ഈഴ തോർത്താണ്. അത്തരത്തിലുള്ള തോർത്തുണ്ടെങ്കിൽ അതിലേക്ക് ചൂട് കുറയാതെ, അപ്പോഴേക്കും 65 ഡിഗ്രി സെൽഷ്യസെങ്കിലും വേണം, അല്ലെങ്കിൽ വീണ്ടും അത് കട്ടയാവാതെ കുറച്ചുകൂടെ വാട്ടറി ആക്കും. അപ്പോൾ നല്ലൊരു ചൂട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ മസ്ലിൻ ക്ലോത്തിലൂടെ നന്നായി ഒഴിച്ച് അരിച്ച് എടുക്കുന്നു. അതിനുശേഷം ഈ കൊയാഗുലം
അടിയിൽ വന്നിരിക്കുന്ന വാട്ടർ കണ്ടന്റ് മാറ്റുകയും മുകളിൽ വന്നിരിക്കുന്നതിനെയാണ് നമ്മൾ കൊയാഗുലം എന്ന് പറയുന്നത്. അതൊരു കിഴി പോലെ കെട്ടി അതിന് മുകളിൽ നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് എക്സ്ട്രാ ഉള്ള വാട്ടർ മുഴുവനായിട്ടും വരുന്ന രീതിയിൽ നല്ലൊരു പ്രഷർ അപ്ലൈ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉള്ള ഒരു കല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെയിറ്റ് ഉള്ള വസ്തുവോ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ എക്സസ് വാട്ടർ മുഴുവൻ പോയിട്ട് കട്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ സ്ക്വയർ ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു അച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഷേപ്പിൽ ഒരു പാത്രം അതിലേക്കിട്ട് നിരത്തി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, തണുത്ത വെള്ളത്തിൽ മുക്കി എടുക്കുകയോ അല്ലെങ്കിൽ മുക്കി വെക്കുകയോ ചെയ്യാം. ഏകദേശം 2 മുതൽ 3 മണിക്കൂർ നേരത്തേക്ക് ആ രീതിയിൽ തണുത്ത വെള്ളത്തിലോ ഫ്രിഡ്ജിലോ വെച്ചതിന് ശേഷം ഉടൻ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പനീർ റെഡി ആയിരിക്കുന്നു. അടുത്ത ദിവസം മുതൽ നമുക്കിത് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം. വളരെ എളുപ്പമാണ് പനീർ ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മൾ പറഞ്ഞു ആസിഡ് കോയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചന്ന അഥവാ പനീർ കൊണ്ട് തന്നെയാണ് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ട്രഡീഷണൽ ബംഗാളി സ്വീറ്റ് ആയിട്ടുള്ള രസഗുള നിർമ്മിക്കുന്നതെന്ന്. രസഗുള നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനീർ തന്നെയാണ്. വളരെ എളുപ്പമാണ് രസഗുള നിർമ്മാണത്തിനായിട്ട്. ആദ്യം നമ്മൾ പനീർ ഉണ്ടാക്കിയെടുക്കുന്നു. പാലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാരങ്ങ നീര് 200 മില്ലി വെള്ളത്തിൽ, ഒരു നാരങ്ങയുടെ നീര് 200 മില്ലി വെള്ളത്തിൽ കലക്കി പാൽ തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് പതിയെ ഒഴിച്ച് പാലിനെ പിരിയിപ്പിച്ചെടുത്ത് അതിനെ നമ്മളൊരു നല്ലൊരു കോട്ടൺ തുണിയിൽ അരിയിച്ചെടുക്കുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒന്നും തന്നെ ആവശ്യമില്ല. ഉടൻ തന്നെ മറ്റൊരു പാത്രത്തേക്ക് ഈ പനീർ നിക്ഷേപിച്ച് നല്ല രീതിയിൽ കുഴച്ച് മാവ് പരുവത്തിൽ കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ബോൾ രൂപത്തിലാക്കിയിട്ട് ഒരു കുക്കറിൽ പഞ്ചസാര ഇട്ട് വെള്ളമൊഴിച്ച് നല്ല തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഈ ബോൾ ഇട്ട് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ രസഗുള തയ്യാറായിരിക്കുന്നു. ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടിയോ കൂടുതൽ രുചികരമായിട്ടുള്ള രസഗുള ലഭിക്കുന്നതിനായിട്ട് കുങ്കുമപ്പൂവോ നമുക്ക് ആഡ് ചെയ്യാം. വളരെ എളുപ്പമാണ് രസഗുള നിർമ്മാണം. എല്ലാവർക്കും ആസിഡ് കോയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള പനീർ ആൻഡ് രസഗുള മേക്കിംഗ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു. വീണ്ടും കാണാം. താങ്ക് യു.